ഹബീബായ നബി തങ്ങൾ നമ്മുടെ വീടുകളിൽ നന്മകൾ വിളയാനും അവിടെ തിന്മകൾ വരാതിരിക്കാനും പറഞ്ഞ ഒരു പോംവഴി, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പുരുഷന്മാരെ ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങളിലേക്ക് കടന്നു ചെല്ലരുതേ. കോളേജിൽ പഠിക്കുന്ന കുമാരന്മാരോട് ഇത് ഹബീബിന്റെ നിർദ്ദേശമാണ്. ക്യാമ്പസുകളുടെ ഒരു ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ പോയിരുന്ന് സ്വകാര്യം പറഞ്ഞ് തോളിൽ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഹബീബിന്റെ നസീഹത്താണിത്. ഇയ്യാകും, നിങ്ങൾ ചെയ്യല്ലേ, വദ്ദുഖൂല അലൻ നിസാ, പെണ്ണുങ്ങൾ മാത്രമുള്ളിടത്തേക്ക് ഒരു മഹറമല്ലാത്ത നിങ്ങൾ ചെല്ലല്ലേ, അങ്ങോട്ട് കടക്കല്ലേ, അന്യ പെണ്ണുങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലല്ലേ. അത് പാട്ടപ്പിരിവുമായി ചെയ്യുന്ന വളണ്ടിയർ ആണെങ്കിൽ പോലും ഒരു പെണ്ണുങ്ങൾക്കിടയിലേക്ക് ബക്കറ്റ് പിരിവുമായി പുരുഷനായൊരു മനുഷ്യൻ ചെല്ലല്ലേ. എല്ലായിടത്തും ബാധകമാണ്. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. അപ്പോഴാണ് അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചത്, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്തൽ ഹംവാ, കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ജ്യേഷ്ഠനാണ്, അനുജനായ എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് ഒരു സാധനം വേണം അമ്മായി, അല്ലെങ്കിൽ സഹോദരി എന്ന് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് ചെന്ന് വല്ലതും ചോദിക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമുണ്ടോ നബിയേ? നമുക്ക് വേണ്ടിയാണ് ഈ ചോദ്യമൊക്കെ അല്ലാഹു അവരെ ചോദിപ്പിച്ചത്. കാരണം ശരീഅത്തുൽ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിൽക്കണം. ജ്യേഷ്ഠന്റെ ഭാര്യയെ ഓടിച്ചു കൊണ്ടുപോകുന്ന അനുജന്മാർ വരുന്ന കാലമെന്ന് റസൂൽ അറിഞ്ഞോ? സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിപ്പിക്കുന്ന വിധത്തിലേക്ക് അനുജന്മാർ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയിലൂടെ ഹറാമായ രീതിയിൽ ഇടപെടുന്നത് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞോ? സ്വന്തം വീടുകളിൽ എത്രത്തോളം അച്ചടക്കത്തിൽ കഴിയേണ്ട വീടുകളിൽ സ്വന്തം വീടുകൾക്കുള്ളിൽ അള്ളാഹു ഏറ്റവും വെറുക്കുകയും വ്യഭിചാരം ചെയ്തവൻ അവൻ വിവാഹിതനാണെങ്കിൽ ഒരു മൃഗത്തെ നായ എറിഞ്ഞുകൊല്ലുന്ന പോലെ എന്ന് പറഞ്ഞുകൂടാ. മൃഗങ്ങൾ അങ്ങനെ എറിഞ്ഞുകൊല്ലാൻ പാടുള്ളതുമല്ല. എന്നാൽ ഒരു മനുഷ്യനെ മരണം വരിക്കുന്നതുവരേക്കും എറിഞ്ഞുകൊല്ലണമെന്ന് പറഞ്ഞ ഗാഢമായ ഗൗരവപരമായ ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞ തിന്മകൾ വീടുകൾക്കുള്ളിൽ നടക്കുന്ന കാലത്താണ് മുത്ത് നബിയുടെ ഹദീസിന്റെ പ്രസക്തി. ഇയ്യാകും, സൂക്ഷിക്കണേ, അരുത് അരുത്, വദ്ദുഖൂല അലൻ നിസാ, പെണ്ണുങ്ങളുടെ അരികത്തേക്ക് പെണ്ണുങ്ങൾക്കിടയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലല്ല. അത് നിന്റെ വാട്സപ്പിലൂടെ ആവട്ടെ, നിന്റെ ഫേസ്ബുക്കിലൂടെ ആവട്ടെ, നിന്റെ കോണ്ടാക്റ്റുകളിലൂടെ ആവട്ടെ, പാതിരാത്രി നിന്റെ റോങ് നമ്പറായി വിളിക്കുന്ന നിന്റെ വഞ്ചനയുടെ വിളിയിലൂടെ ആവട്ടെ, അല്ലാത്തതാവട്ടെ, അന്യ പെണ്ണിലേക്ക് നീ ഇറങ്ങിച്ചെല്ലല്ല, അന്യ പെണ്ണുങ്ങളിലേക്ക് നീ ഇടപെടല്ല. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിന്റെ കാലുകൊണ്ട് നടന്നു പോകുന്ന നടത്തമാണെങ്കിൽ തന്നെയും എയറിലൂടെ സിഗ്നലുകളായി അള്ളാഹുവിന്റെ അന്തരീക്ഷത്തിലൂടെ ഹറാമിന്റെ സിഗ്നലുകളും മെസ്സേജുകളും നിന്റെ സോഷ്യൽ മീഡിയകളിലൂടെ അന്യ പെണ്ണുങ്ങൾക്ക് കൈമാറുന്ന ആ പ്രവേശനമാണെങ്കിൽ തന്നെയും ചെയ്തു പോവല്ലേ. അറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഭർത്താക്കന്മാരുടെ സഹോദരന്മാർക്ക് വല്ല വിരോധവുമുണ്ടോ നബിയെ? അത് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരല്ലേ, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ, എന്റെ അനുജന്റെ ഭാര്യയല്ലേ, പ്രായപൂർത്തിയായി എനിക്ക് അവരരികത്തേക്ക് ചെല്ലാൻ വല്ല കുഴപ്പവുമുണ്ട് നബിയെ? ഈ പറഞ്ഞ ഹദീസിൽ ഞങ്ങൾക്കത് ബാധകമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ ഗുരു മുസ്ലിം ഉമ്മത്തിൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മൾ ഒരിക്കലും വായിക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ അയൽപക്കങ്ങളിൽ പിറുപിറുക്കാൻ ഇഷ്ടപ്പെടാത്തത്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന ആഭാസങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഹബീബ് കൊടുത്ത മറുപടി എന്താണ്? അറഅയ്തൽ ഹംവ എന്നതിന് മറുപടി ഖാല അൽ ഹംവ അൽ മൗത്ത്, അൽ ഹംവ അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധു. ഭർത്താവിന്റെ ബന്ധു എന്നർത്ഥമുണ്ടതിന്. ഖരീബു സൗജ്, അത് ഭർത്താവിന്റെ അനുജനാവാം, അമ്മായിയുടെ ഭർത്താവിന്റെ അമ്മായിയുടെ മകൻ, ഭർത്താവിന്റെ അമ്മാവന്റെ മകൻ, ഭർത്താവിന്റെ അകന്ന കുടുംബങ്ങൾ, മഹറമല്ലാത്ത ബന്ധങ്ങൾ മുഴുവനും. ഭർത്താവിന്റെ മഹറം പോലും ഭർത്താവിന്റെ ഭാര്യക്ക് മഹറമല്ലല്ലോ. ഭർത്താവിന്റെ ഖരീബീങ്ങളായ ആളുകൾ, ഭർത്താവിന്റെ വാപ്പ ഇവൾക്ക് മഹറമാം. വാപ്പയുമായുള്ള കടപ്പാട് വളരെ മനോഹരമാണ് ദീനിൽ. വാപ്പയുടെ സ്ഥാനമാണ് ഭർത്താവിന്റെ വാപ്പക്ക്, ഭർത്താവിന്റെ ഉമ്മാക്ക് സ്വന്തം ഉമ്മയുടെ സ്ഥാനമാണ്. എന്നാൽ ഭർത്താവിന്റെ അനുജനോ, ഭർത്താവിന്റെ ജ്യേഷ്ഠനോ, ഭർത്താവിന്റെ ബന്ധുക്കൾക്കോ
ഇവളിലേക്ക് ഇടപെടാൻ പാടുണ്ടോ? കാണാൻ പാടുണ്ടോ? സംസാരിക്കുന്നത് അനാവശ്യമായ സംസാരങ്ങൾ, അത്യാവശ്യമായൊരു വിഷയങ്ങൾക്കല്ലാത്ത ഇടപെടലുകൾ. എന്താണ് അതിന്റെ വിധി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അൽഹമു അൽ മൗത്ത്. ഭർത്താവ് ബന്ധുക്കൾ ആ ഭർത്താവിന്റെ ഭാര്യയുമായി ഇടപെടുന്നത് അൽ മൗത്ത്, മരണം കാണുന്ന പോലെ നിങ്ങൾ കാണണം, മരണം കാണുന്നത് പോലെ കാണണം. ഒരു മരണത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് ഓടില്ലേ? ഒരു വീടിന് തീ പിടിച്ചാൽ നിങ്ങൾ ഓടി രക്ഷപ്പെടില്ല, മരിക്കണ്ടെന്ന് വിചാരിച്ച്. ഒരു ഒഴുക്കിൽപ്പെട്ടാൽ നിങ്ങൾ നീന്തി രക്ഷപ്പെടാറില്ലേ? മരണം വരുന്ന ഇടങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പേടിക്കുന്നത്? അതുപോലെ പേടിക്കണമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് നമുക്ക് ബാധകമല്ലേ? കേരളീയ മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ? ലോക മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലേ? നമ്മുടെ പഴമള്ളൂരിലെ വീടുകൾക്ക് ഇത് ബാധകമല്ലേ? നമ്മുടെ ജില്ലകളിലെ വീടുകൾക്ക്, മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഈ അച്ചടക്കം വേണമെന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ പറയും എന്തേ മുസ്ലിമീങ്ങൾക്ക് അപകടം, എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ അനാർക്കി, എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനമില്ലാത്തത്, എന്തേ മുസ്ലിമീങ്ങൾ ഇങ്ങനെയായി പോയത്? ഇങ്ങനെയൊക്കെ ചൂണ്ടുവിരൽ വെച്ച് ചോദിക്കുന്ന സഹോദര, നീ നിന്റെ വീട്ടിലേക്കൊന്ന് ചൂണ്ടുവിരൽ വെച്ച് നോക്കിയോ? എന്റെ വീടെന്താണ് ഇങ്ങനെയായി പോയത്? ഇത് നീ നോക്കിയിട്ടുണ്ടോ? സ്വന്തം വീട് നന്നാക്കാൻ കഴിയാതെ, നമ്മുടെ അയൽപക്കങ്ങൾ നന്നാക്കാൻ കഴിയാതെ ലോക മുസ്ലിമിന്റെ സമസ്യയാണോ നീ പരിഹരിക്കാൻ പോകുന്നത്? സാധ്യമല്ല മുഅ്മിനേ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാതൊരു മടിയുമില്ലാതെ അന്യ പെണ്ണുങ്ങളെന്ന വസ്തുക്കൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോ, നമ്മുടെ അങ്ങാടികളിൽ ജോലി ചെയ്യുന്ന സെയിൽസ്മാൻമാരായി ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാർ വളരെ നല്ല മക്കളാണ്. പക്ഷേ അള്ളാഹുവിന്റെ നിയമം ഒന്ന് ഓർക്കണമേ, അള്ളാഹുവിന്റെ നിയമം ഓർക്കണമേ. കച്ചവടങ്ങളിൽ ഇടപെടുന്ന ആളുകൾ അന്യ പെണ്ണുങ്ങളെ കാണാനോ സംസാരിക്കാനോ അവസരം വരുന്നുണ്ട്. കച്ചവട സംബന്ധമായ മിനിമം കോൺവെർസേഷൻ അല്ലാതെ, കണ്ണുകളെ സൂക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് കച്ചവടം ചെയ്യാൻ പാടുള്ളതോ? മുത്തനബി തങ്ങൾ പറയട്ടെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പഠിപ്പിക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങളുടെ റസൂലായ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ നിങ്ങൾ കാണുന്നത് എങ്ങനെയോ? നബിയുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരല്ലേ? എന്നാൽ തന്നെയും നബിയുടെ ഭാര്യമാരോട് സ്വഹാബികളെ, നിങ്ങളാരെങ്കിലും വല്ലതും ചോദിക്കുകയാണെങ്കിൽ ആരോടാ ഖുർആനി പറയുന്നത്? ജീവിച്ചിരിക്കുന്ന സ്വഹാബത്തിനോടല്ലേ? ആരാണ് നബിയുടെ വീട്ടിൽ എപ്പോഴും കയറിറങ്ങി പോകാറുള്ള ആളുകൾ? ആരൊക്കെയാണ്? അവരിലില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അവരിലില്ലേ മാലാഖമാർ നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? അവരിലില്ലേ മുദ്ഹിറുൽ അജായിബ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? അവരിലില്ലേ ഫാറൂഖുൽ ഹഖ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഈ സ്വഹാബികൾ അടക്കമുള്ളവരോടാ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ റസൂലിന്റെ ഭാര്യമാരോട് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ചോദിക്കുകയോ അവരെന്ന് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന്റെ മറവിൽ നിന്നല്ലാതെ, ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നല്ലാതെ ഡയറക്റ്റ് അന്യ പെണ്ണുങ്ങളോട് നിങ്ങൾ ഇടപെടരുതേ എന്ന് ഹബീബിന്റെ വീട്ടിൽ അല്ലാഹു ഇങ്ങനെയാണ് നിയമം വെച്ചതെങ്കിൽ, അത് സിദ്ദീഖ് എന്നോര് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിയമം അതാണെങ്കിൽ, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുഅ്മിനേ മുഅ്മിനത്തെ, ആണേ പെണ്ണെ, ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് സൂറത്തുൽ അഹ്സാബ് ഓതിപ്പോകുന്ന നമുക്കത് പറയാൻ പാടുണ്ടോ? നമുക്കങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഇതാണ് നിയമമെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്ന സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ അള്ളാഹുവിന്റെ ഈ നിയമങ്ങളോട് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് പെരുമാറുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നിട്ട് പറയും, നാട്ടുകാരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് രസമല്ലേ? അയൽപക്കത്ത് ഒളിച്ചോടി എന്ന് പറയുമ്പോൾ നമുക്കത് വാർത്തയാണ്, അത് വാട്സപ്പിലൂടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിലൂടെ ആഘോഷിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട മുഅ്മിനെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഈ ആയത്തിനെ നമ്മൾ എങ്ങനെ ഇടപെടുത്തുന്നു? ഗൗരവത്തിൽ ചിന്തിക്കുക.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവും ഞങ്ങൾ രണ്ടുപേരും നബിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഖാമ റജുൽ, ഒരാൾ എഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഉൻഷിദുകല്ലാഹ് ഇല്ലാ ഖദൈത ബൈനനാ ബികിതാബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ നിയമം ഏതാണോ ആ നിയമം അങ്ങ് ഞങ്ങൾക്ക് നടപ്പാക്കി തരണം നബിയെ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ നബിയെ സമീപിക്കുന്നു. രണ്ടാളുകൾ നബിയുടെ കൂടെയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മറ്റേത് സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ് വിഷയം. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ബിനി കാന അസീഫൻ ഇൻദ ഹാദാ. ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന സയ്യിദ് ഇബ്നു ഖാലിദ് എന്നവരെ നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, നബിയെ, എന്റെ മകൻ ഈ സയ്യിദ് ഇബ്നു ഖാലിദ് എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ ഡ്രൈവറായിട്ട് ഖാദിമായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എന്റെ മകൻ. ഒരു മുതലാളിയാണ്. നബിയെ, എന്റെ മകൻ ഈ മുതലാളിയുടെ കീഴിൽ ജീവിച്ചിരുന്ന ഖാദിമായിരുന്നു. ഈ മുതലാളിയുടെ വീട്ടിൽ ജീവിച്ച ഖാദിമായിരുന്നു നബിയെ എന്റെ മകൻ. ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്, ഫസനാ ബിംറഅതിഹി. ആ മുതലാളിയുടെ ഭാര്യയുമായി എന്റെ മകൻ വ്യഭിചരിച്ചു പോയി നബിയേ. അപ്പ സങ്കടം പറയാനും വന്നിരിക്കുകയാണ്. ജോലിക്ക് നിർത്തിയ സ്ഥലത്ത് സ്വന്തം മുതലാളിയുടെ, സ്വന്തം എംപ്ലോയറുടെ ഭാര്യയുടെ അഭിമാനം ഹനിച്ചു കളഞ്ഞു. എത്രയെത്ര ആളുകൾ എത്രയെത്ര സങ്കടങ്ങളില സംഭവിച്ചു പോകുന്ന തിന്മകൾ. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയേക്ക് മുഅ്മിനെ, അള്ളാഹു പുറത്തു തരുന്നവനാണ്. 100 ആളെ കൊന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. പക്ഷേ തിന്മകൾ സംഭവിക്കാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം ഒരു മനസ്സമാധാനമുണ്ടോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുമ്പോഴല്ലേ സമാധാനം വരുന്നത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. തിന്മയെപ്പറ്റി ഓർമ്മ വരുമ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയേണ്ടത്. 500 1000 തവണ തക്ബീറും തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും ചൊല്ലുന്ന ദിക്റിന് പ്രയാസമുണ്ടായില്ല എന്ന് വരും. അതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഒരു ഇൽമിന്റെ മജ്ലിസിലിരുന്ന്, ഒരു ദിക്റിന്റെ മജ്ലിസിലിരുന്ന് ലക്ഷക്കണക്കിന് ദിക്റും സ്വലാത്തുകളും ചൊല്ലിയെടുക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരു തിന്മയുടെ സാഹചര്യം വരുമ്പോ ആ നേരത്ത് അല്ലാഹുവിനെ ഓർക്കാൻ കഴിയണം. അതാണ് ശരിയായ ദിക്റുല്ലാഹ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ കൂലി അല്ലാഹു തരും, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ കൂലി തരും. പക്ഷേ ഒരു തിന്മയുടെ സാഹചര്യം വരുമ്പോൾ അല്ലാഹുവിനെ ഓർക്കാൻ കഴിഞ്ഞാൽ, 3 മക്കളുള്ള സ്വന്തം ഭാര്യയെ സംബന്ധിച്ചൊരു ഭർത്താവിന്റെ വിഷമം. എന്റെ ഭാര്യ ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ തൗബ ചെയ്യണം എന്ന് പറയുന്നു. തൗബ ചെയ്യണം ചോദിച്ചപ്പോ സംഭവിച്ചു പോയ തെറ്റവൾ ഏറ്റു പറഞ്ഞു. വ്യഭിചാരം സംഭവിച്ചു പോയിരിക്കുന്നു. അല്ലാഹുൽ മുസ്തആൻ വഅലൈക തുഖ്ലാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സന്തോഷകരമായി ജീവിച്ചിരുന്ന കുടുംബങ്ങളിൽ സ്വന്തം ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ, ഞാൻ പറയട്ടെ, ഈ കുടുംബത്തിന്റെ വിഷയം ആരാണ് എവിടെയാണെന്നതല്ല വിഷയം. അങ്ങനെ ഒരു സംഭവം നടന്നത് ശ്രദ്ധയിൽ വന്നപ്പോ ആ ആളിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ ജില്ലയുടെയോ ഡീറ്റെയിൽസുകൾ എനിക്കറിയാം, ഞാൻ നിങ്ങളോട് പറയൂല. സിറുകളാണ്. പക്ഷേ വിഷയം മനസ്സിലാക്കാൻ പറയട്ടെ. ആ പെണ്ണിനോട് ഈ പുതിയാപ്പിളയുടെ ചോദ്യം, നിനക്ക് എങ്ങനെ സംഭവിച്ചു? നിന്നെ ഇത്രക്ക് സ്നേഹിച്ച് വേണ്ടതെല്ലാം തന്ന് താലോലിച്ച് രാജകുമാരിയെ പോലെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ സ്വന്തം ഭർത്താവിനോട് തന്നെ പറയണോ നീ കഥ? എങ്ങനെ സംഭവിച്ചു? പെണ്ണ് പറഞ്ഞ മറുപടി, എന്റെ മുഅ്മിനെ, പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ലവ് അഫെയർ ആണ്. പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ലവ് അഫെയർ, സ്നേഹബന്ധം, പ്രേമമെന്ന് പറയില്ലേ നമ്മള്. പഠിക്കുന്ന കാലത്ത് അത് +2 ഡിഗ്രിക്കോ ആവാം. ഡിഗ്രിക്കും നമ്മുടെ കോളേജുകളിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളിൽ, ആൺകുട്ടികളിൽ അല്ലാഹു തആല അനുവദിക്കാത്ത വഴിവിട്ട പ്രേമബന്ധങ്ങളില്ലാത്ത ആളുകൾ എത്ര കുറവാണ്. ഇല്ല എന്ന് പറയില്ല. എത്രയോ നല്ല മക്കളുണ്ട്. ഹിജാബ് ധരിച്ച് അച്ചടക്കത്തിൽ പോയി പഠിച്ചു വരുന്ന പെൺകുട്ടികളുണ്ട്. അള്ളാഹുവിനെ പറ്റി ഭയപ്പെട്ട അവിടങ്ങളിൽ ദീനിയായ സർക്കിളുകൾ ഉണ്ടാക്കി, ക്യാമ്പസുകളിൽ ഇസ്ലാമിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ദഅവത്ത് ചെയ്യുന്ന എത്രയോ നല്ല മക്കളുണ്ട്. എനിക്കറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ടാകാം. പക്ഷേ അതിനിടയിലൂടെ ഇറങ്ങി വരുന്ന 100-80% ആളുകളിൽ വഴിവിട്ട പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്നില്ലേ?
വിവാഹം എന്ന് അള്ളാഹു ഹലാലാക്കിയ, അള്ളാഹു അനുവദിച്ച വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം പഴയകാല പ്രേമബന്ധത്തെപ്പറ്റി ഇവൾ പറയാൻ പാടുണ്ടോ? ഇവൻ പറയാൻ പാടുണ്ടോ? ചിന്തിക്കാൻ പാടുണ്ടോ? ഇവൻ അവൾക്ക് വിളിക്കാൻ പാടുണ്ടോ? അവൾ പറയുന്നു, എനിക്ക് അയാളോട് ഒരു ഇഷ്ടവുമില്ല. പക്ഷേ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് എന്റെ കണ്ണുകൾക്ക് എന്തോ ഇരുട്ട് വീണ പോലെ, ഞാൻ ആ വ്യഭിചാരം ആസ്വദിച്ചവളല്ല, അതിഷ്ടപ്പെട്ടവളല്ല, നടക്കണമെന്ന് കൊതിച്ചവളുമല്ല. പക്ഷേ സംഭവിച്ചു പോയി. അല്ലാഹുവിനിക്ക് പുറത്തു തരുമോ? അല്ലാഹുവിനിക്ക് മാപ്പ് തരുമോ എന്ന് പേടിച്ച് ഇബാദത്തിലും ദിക്റിലും ഖുർആൻ ഖതം തീർത്തുകൊണ്ടും ജീവിക്കുന്ന നല്ലൊരു പെണ്ണ് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾക്കിടയിൽ ഇതുപോലെ സമൂഹം പരസ്യമായ രഹസ്യങ്ങൾ എത്രയുണ്ട്. അയൽപക്കങ്ങളിൽ, സ്വന്തം വീടുകളിൽ, സ്വന്തം മഹല്ലുകളിൽ, പഞ്ചായത്തുകളിൽ നടക്കുന്ന അടക്കം പറച്ചിലുകൾ, ഇന്നാലിന്റെ വീട്ടുകാരന്റെ പെണ്ണ് ചെയ്യുന്നത്, അവളുടെ അടുത്ത് കയറിറങ്ങിപ്പോകുന്ന ആളുകളെ പറ്റി അള്ളാഹു ഒരു തിന്മയും മറച്ചു വെക്കില്ലാണേ പെണ്ണെ. 3 തവണയാണ് അള്ളാഹു അവസരം നൽകുന്നത്. അവസരമല്ല, അള്ളാഹുവിന്റെ ഇസ്തിദ്റാജ് നടക്കുന്നത് 3 നേരമാണ്. 3 തവണ ഒരു തിന്മ നടന്നാൽ 4ാമത്തെ തവണയോ അതിനപ്പുറമോ ഇത് പൊളിയുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ ലോകമാണ്. അവന്റെ റിളാഇന് വിരുദ്ധമായി നടക്കുന്ന പൈശാചികതയെ അള്ളാഹു പൊറുപ്പിക്കുകയില്ല. പഴയകാല പ്രേമബന്ധം നീ പറയല്ലേ. ആ ചെയ്ത തെറ്റുകളെ നീ ആവർത്തിക്കുകയാണോ? എത്രയോ പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ കല്യാണം നടന്നിട്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ കഴിഞ്ഞകാല ബോയ്ഫ്രണ്ടിനെ കുറിച്ച് ഇപ്പോഴും ആലോചിച്ചിരിക്കുകയാണല്ലേ? സ്വന്തം ഭർത്താവ് അരികത്തുണ്ടായിരിക്കെ ഭർത്താവ് കണക്ഷൻ എടുത്തു കൊടുക്കുന്ന ഡാറ്റ പാക്കേജുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ബോയ്ഫ്രണ്ടിന് ടെക്സ്റ്റ് അയച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ, സ്വന്തം ഭർത്താവ് കടന്നുറങ്ങുന്ന നേരത്ത് എവിടെയോ കിടക്കുന്ന പഴയ ബോയ്ഫ്രണ്ടുമായി ചാറ്റ് ചെയ്യുന്ന ആണേ പെണ്ണെ, ആലോചിച്ചു നോക്കേണമേ. എത്ര വലിയ വഞ്ചനയാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത്. പിന്നെ സ്വന്തം ഭർത്താവിനോട് സ്വന്തം ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടില്ലെന്നല്ലേ മുത്തുനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹിലൂടെ ഹലാലായ ഒരു ഭർത്താവിനെ കൊണ്ടുവരുമ്പോഴാണ് സിനിമാ സ്റ്റൈലുകളിൽ നമ്മുടെ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുന്നത്. എന്തിന്? സിനിമകളെ മാനിച്ചുകൊണ്ട്, സിനിമകളെ ഇന്റേണലൈസ് ചെയ്തിട്ട്. നടന്മാരുടെ കഥകൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ പഠിച്ചവരല്ലേ? അവർ ചെന്ന് ചാടുന്ന കുഴികൾ നമ്മൾ കാണുന്നില്ലേ? സ്വന്തം ജീവിതത്തിൽ മാതൃക കാണിക്കാൻ കഴിയാതെ സ്ക്രീനുകളിൽ മാതൃക കാണിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സമൂഹത്തിന് കൈമാറുന്ന വിഷം നിങ്ങളൊന്ന് നിർത്തിവെക്കുമോ? ദയവ് ചെയ്ത് മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യമക്കൾ ഭൂമിയിൽ ഇനിയും ബാക്കിയുണ്ട്. ആഭാസങ്ങൾ, കലയുടെ പേര് ചാർത്തി സിനിമാ സ്ക്രീനുകളിലൂടെ, നിങ്ങളുടെ ചാനലുകളിലൂടെ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യല്ല. നന്മകളെ തകർക്കല്ല. നിന്റെ സ്വന്തം മോള്, നിന്റെ സ്വന്തം മകൾ സംവിധായകനും പ്രോഗ്രാമുകൾ പ്രസന്റ് ചെയ്യുന്ന ആളുകളും ഇതാളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നടന്മാരും, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരുടെ കൂടെ ഓടിപ്പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ കുടുംബം തകർന്നു പോകും നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലെങ്കിൽ ജനങ്ങൾക്കും നിങ്ങൾ അത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളിൽ സംഭവിക്കുന്ന ഈ തരത്തിലുള്ള അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന പ്രവണതകൾ ഇനിയും നിർത്താൻ സമയമായിട്ടില്ലേ? കഴിഞ്ഞ കാലത്തെ പ്രേമം പറഞ്ഞിട്ട് ഇപ്പോഴും നടക്കല്ല. ഹലാലായ ഒരു ഭർത്താവ് നിന്റെ കൂടെ ഇല്ലേ? പഴയ കാലത്തെ പ്രേമം നിറഞ്ഞ് നീയും നടക്കല്ല ഭർത്താവേ. അള്ളാഹു നിനക്കൊരു പെണ്ണിനെ അനുവദിച്ചു തന്നില്ലയോ? എന്നിട്ട് നീ നിന്റെ മുമ്പിൽ അരികത്തുണ്ടായിരിക്കെ അകലെ കിടക്കുന്നവളെ ചാറ്റ് ചെയ്യുന്നു. എപ്പോഴും അകലെ കിടക്കുന്നത് മധുരമാണ്. അത് അകത്ത് കടന്നാൽ ആ മധുരം പോകും. അതുകൊണ്ടാ ഓടിച്ചാടി പോകുന്നതിന്റെ ത്രില്ലുകൾ 1 മാസം 2 മാസം കൊണ്ട് തീർന്നു പോകുന്നത്. അകലെ കിടക്കുമ്പോൾ എന്തോ മധുരം തോന്നും, കിട്ടാത്തതിന് എന്തെന്നില്ലാത്തൊരു സൗരഭ്യം തോന്നും. അകത്ത് വന്നാൽ ഇത്രയേ കാണൂ, അകത്ത് വന്നാൽ ഇത്രയേ അതിന് പ്രഭയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനത്തെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വിഷയം അതാണ്. നിങ്ങളുടെ 2 കാലുകൾക്കിടയിലുള്ള അവയവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഈ ഉമ്മത്തിലെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അല്ലാഹുവിന്റെ ആജ്ഞ ഇതാണ്, റസൂലിന്റെ നിർദ്ദേശം ഇതാണ്. നിങ്ങൾ കാലുകൾക്കിടയിലുള്ള അവയവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ ഞാൻ ഗ്യാരണ്ടിയാണെന്ന് ലോകത്തിന്റെ ഗുരു ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യമല്ലേ മുത്തുനബി നമ്മളോട് ചോദിച്ചത്? ആ 2 കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് എന്തേ കഴിയാതെ പോകുന്നത്? നാവ് സൂക്ഷിക്കുന്നത് നാവ് പോലെ സൂക്ഷിക്കേണ്ടതാണ്. ടൈപ്പ് ചെയ്യുന്നത്, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നത്, അപമാനിക്കുന്നത്, നാണം കെടുത്തുന്നത്, തോന്നിവാസങ്ങൾ എഴുതിവിടുന്നത് പറയുന്നത് പോലെ ഗൗരവമാണ്.
വ്യഭിചരിക്കുന്ന പോലെ ഗൗരവം തന്നെയാണ് വ്യഭിചാരത്തിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ടെക്സ്റ്റുകളും നമ്മൾ കൊടുക്കുന്ന കൈമാറുന്ന വീഡിയോസും അതുപോലെയുള്ള മറ്റ് ഉപകരണ നമ്മുടെ ഇൻഫോർമേഷനുകളും വ്യഭിചാരം പോലെ കുറ്റകരം.